കോഴിക്കോട് താമരശ്ശേരിയിൽ മധ്യവയസ്കരെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. കോഴിക്കോട് ജില്ലാ പ്രിൻസിപ്പൽ കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. രാഹുൽ സുരേഷുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, എന്തായിരുന്നു ഈ പ്രതികളുടെ വാദം? ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. എന്നിട്ടും എങ്ങനെയാണ് ഇവർക്കിപ്പോൾ മുൻകൂർ ജാമ്യം തന്നെ ലഭിക്കുന്നത്? ഗോകുൽ, പോലീസിന്റെ വീഴ്ചയാണ് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാൻ കാരണമായതെന്ന് പറയേണ്ടി വരും. കാരണം കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള അബ്ദുൾ റഹ്മാൻ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും CPIMന്റെ പ്രാദേശിക നേതാവുമാണ്. ഈ സ്വാധീനമാണ് പ്രതികളുടെ അറസ്റ്റ് വൈകിപ്പിക്കാൻ കാരണമായതെന്ന ആരോപണം നിലനിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് 5 പ്രതികൾക്കും കോഴിക്കോട് ജില്ലാ കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് ജനുവരി 26-നാണ്. ഈ സംഭവം നടന്ന് ഇത്രയും ദിവസം പിന്നിടുമ്പോഴും ഈ പ്രതികളെ പിടികൂടാതെ പോലീസ് ഒളിച്ചു കളിക്കുകയായിരുന്നു. അതായത് താമരശ്ശേരി സ്വദേശിയായിട്ടുള്ള കുഞ്ഞുമൊയ്തീനെയാണ് പോസ്റ്റിൽ കെട്ടിയിട്ട ശേഷം നാട്ടുകാർ നോക്കി നിൽക്കെ അതിക്രൂരമായി മർദ്ദിക്കുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തത്. ഒന്നാം പ്രതിയായിട്ടുള്ള അബ്ദുൾ റഹ്മാന്റെ ബന്ധുവിനോട് അപമര്യാദയായി പെരുമാറിയ കേസിൽ ഈ ആക്രമണത്തിനിരയായ ആള് ജയിൽവാസം അനുഭവിച്ചിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത്തരത്തിലുള്ള അക്രമ സംഭവം നടന്നിരുന്നത്. എന്നാണെങ്കിലും പോലീസിന്റെ വീഴ്ചയാണ് 5 പ്രതികൾക്കും മുൻകൂർ ജാമ്യം ലഭിക്കാൻ കാരണമായിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നതും. ഗോകുൽ.